നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിച്ചക്കാർ ഓരോ വാതിലും മുട്ടി കൈനീട്ടും പോലെ ഓരോ കടകൾക്ക് മുമ്പിൽ പോയി ജോലി തെണ്ടു കയറുന്നില്ലേ നീ ഇതുവരെ? റെഡി ആയിരുന്നില്ലല്ലോ. നിന്റെയൊക്കെ തോന്നിവാസം നടത്തി ഇത്രയും കാലം എത്ര കള്ളങ്ങളാ നീ പറഞ്ഞിരുന്നത്? നീ പറഞ്ഞ ആ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചു പോയത് ഞാനൊരു മണ്ടിയായിരുന്നതുകൊണ്ടല്ല, എന്റെ അനിയത്തിമാര് കള്ളം പറയില്ല എന്നുള്ള വിചാരം കൊണ്ടാ. നിന്നെയൊക്കെ വിശ്വസിച്ചതുകൊണ്ട്. ചേച്ചി ചേച്ചി ഞാൻ തെറ്റൊന്നു. നീ വൃത്തികെട്ട ജന്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഞാൻ ചോദിക്കാറില്ല. എന്തുകൊണ്ട്? അതൊരു വിശ്വാസം കൊണ്ടാ. അരുതാത്തതിലൊന്നും എന്റെ അനിയത്തിമാര് പോയി തല വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട്. അതാണ് നീ തകർത്തത്, ആ വിശ്വാസത്തെ. എന്താ വലിയച്ചി ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? ആ പ്രശ്നം വളരെ ചെറുതാ. ഇവിടെ പട്ടിണി ആയതുകൊണ്ടേ നിന്റെ കുഞ്ഞേച്ചി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. അവിടുത്തെ മുതലാളിയും പ്രസാദേട്ടന്റെ അനിയൻ മുരളിയുമായിട്ട് ഇവള് കാരണം തെരുവ് യുദ്ധം നടന്നു. എന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവളൊരു വാക്ക്. ചേച്ചി ഞാൻ തെറ്റൊന്നും. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടി നിന്നോട്? എടി മിണ്ടരുതെന്ന്. എന്റെ ഈശ്വര, ഞാനിനി എന്താ ചെയ്യേണ്ടത്? രണ്ടിനെയും ഒരു അമ്മ വളർത്തുന്നത് പോലെയല്ലേ ഞാൻ ഇതുവരെ വളർത്തിയത്. എന്നിട്ട് ആരോടൊന്നില്ലാതെ വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും. ഇത് നിന്റെ ഒരു ശീലമാ. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കും. അവര് തഞ്ചവും തരവും നോക്കി ഓരോന്നിനും മുതിരും. ആരോരും ഇല്ലാത്തവരാണ് നമ്മളെന്ന ചിന്തയെങ്കിലും വേണ്ട മനുഷ്യർക്ക്. ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞെടുത്തോളം മതിയല്ല. കുടുംബത്തോടെ നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തൻ ഒരു വശത്ത്, അതിന്റെ കൂടെ ഇതിപ്പോ. നാളെ ആ സൂപ്പർ മാർക്കറ്റുകാരൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതുപോലെ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര. ചേച്ചി ആ സൂപ്പർ മാർക്കറ്റുകാരന്റെ കാര്യം പറയരുത്. അവനെ പോലുള്ളവരെ വെറുതെ വിടുന്നത് ആപത്ത്. കണ്ടോ, ഇതാണ് അവന്റെ അടുത്ത അപേക്ഷയും കൊണ്ട് പോയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അവിടെ പോകും മുമ്പ് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ജോലിക്ക് കയറിയിട്ടൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. അതാണ് അത്തരക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. മാതാപിതാക്കളോ ആങ്ങളെ പെങ്ങളുമാരോ ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ അവന്മാർ എന്തും ചെയ്യും, എന്തും. പക്ഷെ ചേച്ചി മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടി? നിന്റെ ഒരു വാക്ക് പോലും ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോണം. പൊക്കോണം എവിടെയാന്ന് വെച്ചാ. ഇങ്ങനെ ഒരു അനിയത്തി ഇനി എനിക്കില്ല. എടി പോ, പോവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.